വിഷൻ ഗ്രൂപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ വിഷൻ ഗ്രൂപ്പ് SSLC +2 കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് 10ഓളം പ്രൊഫഷണൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാനും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വിഷൻ ഗ്രൂപ്പ് ഒരുപാട് കോഴ്സുകൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഈ ഒരു കാലഘട്ടത്തിന് ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സാണ് നമ്മൾ ചെയ്യുന്നതും എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ്, അതിനെപ്പറ്റി നമുക്കൊന്ന് വിശദീകരിക്കാം. ഏതൊക്കെ കോഴ്സുകളാണ് മുൻനിരയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ വന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളെ പറ്റി സർ ഒന്ന് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് +2 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ള രക്ഷിതാക്കളുടെ ഒരു വേവലാതി ഇന്ന് പൊതുവേ ഉണ്ട്. അപ്പോൾ പൊതുവേ നല്ല മെറിറ്റിൽ നല്ല മാർക്കിൽ പാസ്സായ ഒരു വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പല മേഖലയിലേക്കും പോകാൻ പറ്റും. എന്നാൽ ഒരു 60% താഴോട്ട് മാർക്ക് നേടിയ വിദ്യാർത്ഥികൾ എവിടെയും എന്ത് പോകണം എന്നുള്ള ഒരു അനിശ്ചിതത്വമുണ്ട്. ആ അനിശ്ചിതത്വത്തിന് പൂർണ്ണമായും വിരാമമിടുക എന്നുള്ള നിലക്കാണ് വിഷൻ ഗ്രൂപ്പിൻ്റെ കീഴിൽ 8ഓളം ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ നടത്തി വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. 10 മാസമാണ് അതിൻ്റെ കോഴ്സിൻ്റെ കാലാവധി. അതോടൊപ്പം തന്നെ 3 മാസം മുതൽ 6 മാസം വരെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ, ആ കഴിഞ്ഞ ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു ജോലി നേടാൻ പറ്റും. സാധാരണ +2 അതിന് മുകളിലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള അവർക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാം. ഞങ്ങൾ തീർച്ചയായും പറയുന്നു, ഈ പറയുന്ന രീതി പ്ലേസ്മെൻറ്റ് ഇൻറ്റേൺഷിപ്പ് കഴിയുന്നതോടൊപ്പം തന്നെ അവർക്ക് പ്ലേസ്മെൻ്റ് ആവാനും സാധ്യതയുള്ളൊരു കോഴ്സാണിത്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പഠനം കഴിഞ്ഞ് ഇവർക്കുള്ള ട്രെയിനിങ് ഏതൊക്കെ ഹോസ്പിറ്റലുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടൈപ്പ് ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റലുകളുണ്ട്. ഈ ഹോസ്പിറ്റൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവർ പിന്നെ എത്ര കുട്ടികളായി കഴിഞ്ഞാലും അവരവരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർ തയ്യാറാണ്. മെഡിക്കൽ കോളേജിലടക്കം നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ നമ്മൾ ഇപ്പം കഴിഞ്ഞ കുട്ടികളെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നന്നായിട്ട് 5 മെഡിക്കൽ കോളേജിലൊക്കെ നമ്മളെ കുട്ടികൾ പിന്നെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതിന്റെ പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോടുകൂടി അതും കൂടി വെച്ച് കഴിഞ്ഞാൽ വിദേശത്തൊക്കെ അവർക്ക് ജോലി സാധ്യതയും കൂടി നമ്മുടെ സ്ഥാപനം എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ ഒരു കുട്ടികളെ എങ്ങനെ പ്രൊഫഷണൽ ആക്കാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷിൽ പരിജ്ഞാനം, അതേപോലെ തന്നെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മളെ കുട്ടികൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ ഒരു ബ്രാൻഡായിട്ട് അവർ നിൽക്കും എന്നുള്ളത്. നമ്മുടെ സ്ഥാപനം ഷീടോക്സ് എന്നുള്ള പ്രോഗ്രാം ഇല്ലേ? തീർച്ചയായും. അപ്പോൾ ഷീടോക്സിലൂടെ ഈ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കാം അല്ലെ? നമ്മൾ ഫസ്റ്റിന്റെ ടൈമിലൊക്കെ നമ്മളൊരു മത്സരമായിട്ട് നമ്മളത് ചെയ്തു അല്ലെ? ഫസ്റ്റിന്റെ ടൈം നമ്മളൊരു മത്സരമായിട്ട് ചെയ്തു. അതിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത ആൾക്കാർക്ക് നമ്മളൊരു പിന്നെ പ്രോത്സാഹനങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംസാരിക്കാനും അല്ലെ, അവർക്ക് ജോലിയിലേക്കും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ അവർക്ക് ഇടപെടണം എന്നുള്ള രീതിയിലുള്ള എല്ലാ കോച്ചിങ് കൂടി നമ്മുടെ സ്ഥാപനം ഉറപ്പ് നൽകുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ അടുത്ത കോഴ്സ് ഏതാണ്? നമുക്ക് ഇതേ വാല്യൂയോടുകൂടി നമുക്ക് കുട്ടികൾക്ക് ഒരു വർഷത്തെ ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 2 വർഷത്തെ ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുക. വിഷൻ ഗ്രൂപ്പിൻ്റെ അടുത്ത പ്രസ്റ്റീജ് കോഴ്സാണ് ECC എന്ന് പറയുന്നത്, ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അംഗീകാരത്തോടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പൺ സ്കൂൾ നടത്തുന്ന കോഴ്സാണിത്. വരും കാലങ്ങളിൽ, അതായത് 2030 സെൻട്രൽ സിലബസ് ഇന്ത്യയിൽ ആകമാനം വരുമ്പോൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനികൾക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ശമ്പളത്തോടു കൂടി തന്നെ ജോലി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ നൽകുന്ന ഉറപ്പ്. കാരണം ഈ പറയുന്ന രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് ഇതിൻ്റെ പേരിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയുന്ന പല ആളുകളും കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ആധികാരികതയില്ല എന്നത് 100% ഉറപ്പാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറയുന്ന NIOSന്റെ കീഴിൽ ചെയ്യുന്ന ECC കോഴ്സിന് പൂർണ്ണമായ 100% ജോലി സാധ്യത ഞങ്ങൾ ഉറപ്പ് നൽകും. സാർ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിൽ 2030 വരും. ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള മാഹിയിൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ നല്ല സാലറിയിൽ നമ്മളെ കുട്ടികൾ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് നല്ല സാലറിയിൽ അവർ അവിടെ
ജോലി ചെയ്യുന്നത്. ഭാവിയിലും ഈ പറയുന്ന കുട്ടികൾക്ക് മാത്രമേ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. NGO സർട്ടിഫിക്കറ്റോട് കൂടി പഠിച്ച് അവർക്കൊന്നും ഒരു പ്രതീക്ഷയും വേണ്ട. അതൊക്കെ കടലാസിന്റെ വില മാത്രമേ ആ സർട്ടിഫിക്കറ്റുകൾ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചവരൊക്കെ ഈ ഒരു അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടല്ലേ? തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കൂടുതലായ വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഒരു അവസാനം നമുക്ക് ടീച്ചിങ് പ്രാക്ടീസോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കുട്ടികൾക്ക്, അതായത് SSLC കഴിഞ്ഞവരാണല്ലോ ഇതിൽ വരിക, കുറെ ഗ്യാപ്പ് ഉള്ളവരുണ്ടാകും, പഠനം പാതി നിർത്തി അവരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെയാണോ പരീക്ഷ, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ആൾക്കാർക്ക് എത്തിച്ചാൽ നല്ലതാണ്. വളരെ എളുപ്പത്തിൽ പാസ്സാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് NIOSൻ്റെത്. കാരണം 3 സബ്ജക്റ്റാണുള്ളത്. ഈ 3 സബ്ജക്റ്റും എളുപ്പത്തിൽ 6 മാസം കൊണ്ട് ഈ സബ്ജക്റ്റുകളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 മാസത്തോ കുറയാത്ത, ഏറ്റവും ചുരുങ്ങി 2 മാസമാണ് നമ്മൾ പറയുന്നത്, എന്നാലും 1 മാസത്തിൽ കുറയാത്ത ഇന്റേൺഷിപ്പ് അടുത്തുള്ള സ്കൂളുകളിൽ നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. പരീക്ഷ മലയാളത്തിൽ തന്നെ, പരീക്ഷ പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാകുക. പക്ഷെ അവർക്ക് പരീക്ഷ എഴുതുമ്പോഴും മലയാളത്തിൽ പരീക്ഷ എഴുതാം. അപ്പോൾ വളരെ ചുരുങ്ങിയ ചെലവിൽ പഠിച്ചുകൊണ്ട് ഒരു പ്രീ പ്രൈമറി ടീച്ചർ ആകാം. തീർച്ചയായും ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായിട്ടും 100% ഗ്യാരണ്ടി നൽകുന്നു വിഷൻ ഗ്രൂപ്പ്. അപ്പോൾ വിഷൻ ഗ്രൂപ്പ് നൽകുന്ന അടുത്ത വിഷൻ ഗ്രൂപ്പിന്റെ ഒരു കോഴ്സാണ് DMLT എന്ന് പറയുന്നത്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി. കേന്ദ്ര ഗവൺമെന്റ് അതേപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ അംഗീകാരത്തോടുകൂടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂൾ നടത്തുന്ന ഒരു കോഴ്സാണത്. 2 വർഷത്തെ പഠനവും 6 മാസത്തെ ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമായ ഒരു കുട്ടിക്ക് ഇന്ത്യയിൽ എന്ന് മാത്രമല്ല വിദേശത്തും ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ലാബ് ടെക്നീഷ്യനായി ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പ് നൽകുന്നു. നോർക്ക പോലും അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലാബിൽ ഇവർക്ക് വർക്ക് ചെയ്യാം. നമ്മുടെ നാട്ടിലും അതേപോലെ തീർച്ചയായും വളരെ ചെറിയ തുക കൊണ്ട് പഠിച്ചിട്ട് ഇവർക്ക് ജോലി നേടാം. തീർച്ചയായും. അപ്പൊ ഇതൊരു ചെറിയൊരു ഫീസിലുള്ള കോഴ്സാണ്. ചെറിയൊരു ഫീസാണ്. 2 വർഷത്തിനുള്ളിൽ ഈ പറഞ്ഞ ഈ കോഴ്സ് കഴിയാം. 6 മാസം ഇന്റേൺഷിപ്പ് അത് സ്ഥാപനം തന്നെ നൽകുന്നതാണ്. ഇന്റേൺഷിപ്പ് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ സ്ഥാപനം തന്നെ അവരെ, അതൊക്കെ നല്ല ഹോസ്പിറ്റലുകളൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നല്ല ലാബുകളിലും അതേപോലെ തന്നെ പരിചയസമ്പന്ന ലാബ് പിന്നെ ഹോസ്പിറ്റലിൽ കൂടെയാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. നല്ല അഭിപ്രായമാണ് പല ഭാഗത്തും നമ്മുടെ കുട്ടികളെ പറ്റി നല്ല അഭിപ്രായം. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വിപുലമായ ഒരു ലാബ് സൗകര്യമുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ലാബിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുട്ടി ആവശ്യമായ കാര്യങ്ങൾ ലാബിൽ വെച്ച് പഠിച്ചിരിക്കും. അതേപോലെ പാരാമെഡിക്കൽ കോഴ്സ് പറഞ്ഞു. ഇനി നഴ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് പിന്നെ ആൾക്കാരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് വളരെ ആളുകൾ വ്യക്തമായി അറിയേണ്ട ഒരു കോഴ്സാണത്. കേന്ദ്ര ഗവൺമെന്റ് അതേപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അംഗീകാരത്തോടുകൂടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂൾ നടത്തുന്ന CCE എൽഡർലി കെയർ ആണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോഴ്സാണ്. ഈ പറയുന്നതിൽ 8 മാസത്തെ പഠനവും അതേപോലെ തന്നെ 6 മാസത്തെ ഇന്റേൺഷിപ്പും പൂർത്തിയാക്കി പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാൽ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും അവർക്ക് ജോലി സാധ്യത 100% ഉറപ്പ് നൽകുന്നു. അപ്പൊ ഇതിപ്പോ BSc നഴ്സിംഗ് കഴിഞ്ഞ അല്ലെങ്കിൽ GNM കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ വിദേശത്തൊക്കെ പോകുന്നുണ്ട്. അതായത് നല്ല സാലറി, നല്ല ഉപജീവന മാർഗം അല്ലെങ്കിൽ നല്ല ജീവിത സാഹചര്യം എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു കോഴ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതേപോലെ തന്നെ വിദേശത്തേക്ക് പോയിക്കൊണ്ട് രോഗികളെ നോക്കാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് പറയുക? തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന ഈ CCE എന്ന് പറയുന്ന കോഴ്സ് നൽകുന്ന സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടു കൂടി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഈ പറയുന്ന ഇന്ത്യയിൽ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ വിദേശത്തും ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പിന്നെ രോഗികളെ പരിപാലിക്കാനുള്ള ഒരു ഉറപ്പാണ് ഇവർ. അപ്പൊ ആ പരിപാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിലബസ് അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങള് അല്ലെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ 6 മാസത്തെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ പറയുന്ന ഈ മേഖലയിൽ എങ്ങനെയാണ് ഇവർക്ക് ആ പരിചയം സമ്പാദിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ അറിവ് വലിയ ഹോസ്പിറ്റലുകളിൽ തന്നെ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. നല്ല ഹോസ്പിറ്റലുകൾ തന്നെയാണ് നമ്മൾ ഇവർക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. ഇനി അവരുടെ പെർഫോമൻസ് റെഡി ആണെങ്കിൽ അവർക്ക് അവിടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്ന സാഹചര്യമുണ്ട്.
അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് 10ാം ക്ലാസ് മാത്രമേ ക്വാളിഫൈഡ് ഉള്ളൂ. 10ാം ക്ലാസ് എന്ന് പറയുന്നില്ല, +2 എബോവ് കഴിഞ്ഞവർക്കും ഈ കോഴ്സ് ചെയ്യാം. പക്ഷെ മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഫീൽഡിലുള്ള ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ ഒരു കോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഇനി വരുന്ന കാലഘട്ടത്തിൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്കും ഈ ഒരു പഠനം നടത്തിക്കൊണ്ട് അവർക്ക് സേഫ് തീർച്ചയായും നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് പലരും കോഴ്സുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അതിന് ആധികാരികത ഇല്ല എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അതേസമയം GC എന്ന് പറയുന്ന നാഷണൽ സ്റ്റോപ്പ് സ്കൂൾ നടത്തുന്ന ഈ കോഴ്സിന് 100% കേന്ദ്ര ഗവൺമെന്റ് ആധികാരികത. പരീക്ഷയൊക്കെ നടത്തുന്നത് പിന്നെ പൂർണ്ണമായും NIS ആണ്, നാഷണൽ സ്റ്റോപ്പ് സ്കൂൾ. അപ്പൊ അവര് കേന്ദ്രീയ വിദ്യാലയത്തിൽ പോയിട്ടാണ് പരീക്ഷ എഴുതുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അവരിലേക്ക് അയച്ചു കൊടുക്കുന്നത്. തീർച്ചയായും ഈ പറഞ്ഞ തന്നെ മാനവശേഷി വോയിസ് ഓഫ് ഇന്ത്യയിൽ വരുന്ന കോഴ്സുകളാണ് ഇതൊക്കെ. 100% ഗ്യാരണ്ടിയോടുകൂടി വിഷൻ ഗ്രൂപ്പ് നൽകുന്ന പ്രസ്റ്റീജ് കോഴ്സുകളാണിത്. ആർക്കും ഗ്യാരണ്ടി നൽകി രക്ഷിതാക്കൾക്ക് ഈ കുട്ടികളെ ഇനി എന്ത് സംശയങ്ങൾ വന്നു കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് നമുക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അവർക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. തീർച്ചയായും വിഷൻ ഗ്രൂപ്പിന്റെ ആധികാരികമായ ആളുകളോട് മാത്രം വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ NIOSന്റെ കോഴ്സുകൾ, അതേപോലെ 6 മാസം കൊണ്ട് SLC +2 ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് 1 വർഷത്തെ കോഴ്സുകൾ, 2 വർഷത്തെ കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് സന്തോഷിക്കാനുള്ള വകകളുള്ള പ്രോഗ്രാമും കൂടി നമ്മൾ നടത്തുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിനെപ്പറ്റിയും പ്രിൻസിപ്പൽ എന്ന നിലക്ക് പിന്നെ വിദ്യാർത്ഥികളോട് അവരുടെ രക്ഷിതാക്കളോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. വിഷൻ ഗ്രൂപ്പിന്റെ കീഴിൽ 7 ബ്രാഞ്ചുകളാണുള്ളത്. അതെ, ഈ 7 ബ്രാഞ്ചുകളിലും വിഷൻ ഗ്രൂപ്പ് അവരുടെ അക്കാഡമിക് ഇയറിൽ പലവിധ പരിപാടികളാണ് കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനത്തിൽ 1 വർഷം പഠിച്ച ഒരു കുട്ടിയും അവരുടെ പഠനം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ള ഒരു അഭിപ്രായം പറയില്ല. മറിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വിഷൻ ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ചു എന്നുള്ള ഒരു ഉത്തരം മാത്രമേ അവരുടെ ഭാഗത്തുണ്ടാവും. എന്ന് മാത്രമല്ല, ഈ 7 സ്ഥാപനങ്ങളെയും ചേർത്തുകൊണ്ട് നമ്മൾ മെഗാ ഫെസ്റ്റ് എന്ന രീതിയിൽ ജനുവരി മാസത്തിൽ എല്ലാ കുട്ടികളുടെയും പലവിധ ടാലൻറ്റുകളും പരീക്ഷിക്കാൻ വേണ്ടി നമ്മൾ വലിയ ഒരു ഫെസ്റ്റ് തന്നെ നമ്മൾ നടത്താറ്. വൻ വിജയമായിരുന്നു ആ ഫെസ്റ്റുകൾ ഇന്നേ വരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളൊന്നും അവരുടെ ഏത് അഭിരുചിയും പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടി വിഷൻ ഗ്രൂപ്പ് ചെയ്യുന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ സ്ഥാപനം 14ാമത്തെ വർഷമാണ് നമ്മുടെ സ്ഥാപനം. അപ്പോൾ ഏകദേശം 80ഓളം പിന്നെ ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫുകൾക്ക് നമ്മുടെ വിഷൻ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്ന സഹകരണങ്ങൾ കൊണ്ടാണ്, അതേപോലെ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും തന്ന സഹകരണം കൊണ്ടാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് പിന്നെ സ്ഥലത്ത് നമുക്ക് ബ്രാഞ്ച് തുടങ്ങുവാനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുവരെ സഹകരിച്ച എല്ലാവരോടും അല്ലെ, നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന സ്റ്റാഫ് അല്ലെ, ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനോടൊക്കെ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ വീഡിയോ നമ്മൾ എന്തൊക്കെ കോഴ്സുകളാണ് നമ്മൾ നടത്തുന്നത് എന്ന് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയാണ് പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.